പൊന്നാനി പുരാതന തുറമുഖ നഗരം. പണ്ഡിതന്മാരായ മഖ്ദൂമാരുടെ സാന്നിധ്യത്താൽ ചെറിയ മക്കയെന്നും മലബാറിലെ മക്കയെന്നും അറിയപ്പെടുന്ന ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രം. സാമൂതിരിയുടെ രണ്ടാം ആസ്ഥാനം. പോർച്ചുഗീസുകാർക്കെതിരെ ധീരമായി പോരാടിയ മരക്കാന്മാരുടെ ചോര വീണ മണ്ണ്. മലയാള സാഹിത്യത്തിൽ മാനവികതയുടെ മഹാമുദ്രാവാക്യം ഉയർന്ന പൊന്നാനിക്കളരുടെ ആസ്ഥാനം. കടലിൻ്റെയും മക്കളുടെയും കയർ ബീഡി തൊഴിലാളികളുടെയും പോരാട്ടത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെയും കഥയേറെ പറയാനുള്ള നാട്. വിദ്വേഷമേതുമില്ലാതെ മനുഷ്യരെല്ലാം ഏകലോകക്കാരായി ജീവിക്കുന്ന മനോഹര ദേശം. കടലും പുഴയും കായലും കനാലും കനിഞ്ഞരിഗ്രഹിച്ച ഭൂമി. ഇത് പൊന്നാനി. തൗദാരം പൊന്നാനി. മലബാറിലെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിശേഷപ്പെട്ട പലതും പൊന്നാനിക്കുണ്ട്. പുരാതന തുറമുഖം പട്ടണം എന്ന നിലയിൽ ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളുടെ സ്വാധീനം ജനങ്ങളുടെ ജീവിത രീതിയിലും ആചാര അനുഷ്ഠാനങ്ങളിലും ഭക്ഷണ സംസ്കാരത്തിലും പ്രകടമായി. ഇവിടെ നിലനിന്നിരുന്ന കൂട്ടുകുടുംബ മരുമക്കത്തായ സമ്പ്രദായങ്ങൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഭിന്നമായ ഒരു ജീവിത രീതി രൂപപ്പെടുത്തി. കേരളീയ പേർഷ്യൻ ആംഗ്ലോ നിർമ്മാണ ശൈലിയിൽ പടുത്തുയർത്തിയ പള്ളികളും വലിയ ഭവനങ്ങളും കോടതി സമുച്ചയമടക്കമുള്ള കെട്ടിടങ്ങളും പൊന്നാനിയുടെ അടയാളങ്ങളായി. ഗസലുകളും കവാലികളും മാപ്പിളപ്പാട്ടുകളും ഒഴുകി വരുന്ന തട്ടിൻപുറങ്ങൾ. എന്നാൽ കാലത്തിൻ്റെ കുത്തിയൊഴുക്കിൽ ഇവയിൽ പലതും വിസ്മൃതിയിലായി. പൊന്നാനിയുടെ അടയാളങ്ങളായ ചരിത്രശേഷിപ്പുകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2 വർഷം മുന്നേ രൂപീകരിക്കപ്പെട്ട സൗഹൃദ കൂട്ടായ്മയാണ് തൗദാരം പൊന്നാനി. നാടിൻ്റെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളുമായി ദീർഘകാലം പ്രവാസികളായിരുന്നവർ ജീവിതത്തിൻ്റെ സായന്തനങ്ങളിൽ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പഴയ പൊന്നാനിയെ പുതിയ കാലത്തിനനുസൃതമായി എങ്ങനെ മാറ്റിയെടുക്കാനാവും എന്ന ചർച്ചകൾക്ക് പകർന്നു. അങ്ങനെ തൗദാരം പിച്ചവെച്ചു തുടങ്ങി. ആദ്യകാല പ്രവർത്തനങ്ങൾ. വലിയ ജുമായത്ത് പള്ളിയും അതിൻ്റെ പരിസരവുമാണ് പൊന്നാനി ടൗൺ പ്രദേശത്തിൻ്റെ ഹൃദയഭാഗം. പൊന്നാനി ജുമായത്ത് പള്ളിക്കുളവും കുളപ്പടവുകളും എല്ലാ കാലത്തും സജീവമായിരുന്നു. സമീപകാലത്തായി കുളപ്പടവുകൾ തകരുന്നതും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതും ജനങ്ങളെ ആശങ്കപ്പെടുത്തി. കുളം സംരക്ഷിക്കാനുള്ള ഇടപെടലിലൂടെയാണ് ഈ കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് സൗഹൃദ ഒത്തുചേരലുകൾ, ചെറുയാത്രകൾ എന്നിവ സംഘടിപ്പിക്കുക വഴി കൂട്ടായ്മ വിപുലീകരിക്കപ്പെടുകയും അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് കരുത്തു പകരുകയും ചെയ്തു. വിശേഷ ദിവസങ്ങളിലെ ഒത്തുചേരലുകളും നോമ്പുകാലത്തെ ഇഫ്താർ സംഗമങ്ങളും ജനകീയത വർദ്ധിപ്പിച്ചു. നവൈത്തു. പൊന്നാനിയുടെ സവിശേഷമായ നോമ്പോർമ്മകൾ കോർത്തിണക്കിക്കൊണ്ട് നവൈത്തു എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാനായത് തൗദാരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വഴിത്തിരിവായി മാറി. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഈ പുസ്തകം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നു.